ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തിരിച്ചെടുക്കാനും തൊഴിലിൽ ഉയർച്ചയുണ്ടാവാനും വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കാനും കുടുംബത്തിൽ സൗഖ്യമുണ്ടാവാനും വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത്. വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു തിഥി വാര നക്ഷത്രത്തോടു കൂടിയിട്ടാണ് ഇപ്രാവശ്യം കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ വെള്ളി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ അന്ന് ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ആ കാര്യം വീട്ടിൽ ചെയ്യാനും കൂടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഈ ഒരു കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ വെള്ളി വന്നിരിക്കുന്നത് ദശമി തിഥിയോടും അനിഴം നക്ഷത്രത്തോടും കൂടിയിട്ടാണ്. ദശമി തിഥി അനിഴം നക്ഷത്രം വെള്ളിയാഴ്ച, അതിനോടൊപ്പം തന്നെ 24 എന്നുള്ള സംഖ്യയും 24 2ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 എന്ന നമ്പറാണ്. 6 എന്ന് പറയുന്നത് ശുക്രഭഗവാന്റെ നമ്പറാണ്. അപ്പോൾ അത്രമാത്രം ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ദിവസം നമ്മൾ ആരും തന്നെ മിസ് ചെയ്യരുത്. ശുക്രഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നമുക്ക് ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു രണ്ടാമത്തെ വെള്ളി എന്ന് പറയുന്നത്. ദശമി തിഥി എന്ന് പറയുന്നത് രാവിലെ 9:02 വരെയേ ഉള്ളൂ. അതിനുശേഷം ഏകാദശി തിഥിയുടെ ആരംഭമാണ്. പക്ഷേ നമുക്ക് സൂര്യോദയ സമയത്ത് ദശമി തിഥി ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ദശമി തിഥിയായിട്ട് തന്നെ കണക്കാക്കാവുന്നതുമാണ്. ഞാൻ ഈ പറയുന്ന പൂജ നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ 6 to 7 വരുന്ന ആ ഒരു ശുക്രഹോര സമയത്തോ അങ്ങനെ അല്ലെങ്കിൽ രാത്രി 8 to 9 വരുന്ന ശുക്രഹോര സമയത്തോ ചെയ്യാവുന്നതാണ്. കർക്കിടക മാസത്തിൽ നമുക്ക് സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും 6 മണിക്ക് ശേഷം ചെയ്യണം. അതായത് 8 to 9 വരുന്ന ശുക്രഹോര സമയത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിലും 6 മണിക്ക് ശേഷം സന്ധ്യയ്ക്ക് ചെയ്യണം. കാരണം കർക്കിടക മാസത്തിൽ സന്ധ്യയ്ക്ക് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദോഷം പെട്ടെന്ന് മാറുമെന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, നമ്മുടെ എന്തൊരു കർമ്മദോഷത്തെ ഇല്ലാതാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു മാസം കൂടിയിട്ടാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ സ്വർണത്തെ നമ്മളിലോട്ട് വശീകരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ വെള്ളി നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു പൂജ നമ്മുടെ പൂജാമുറിയിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ചെയ്യാം, ഇല്ലെങ്കിൽ ഹോളിൽ സ്ഥലമുള്ളത് എവിടെയാണോ അവിടെ ചെയ്യുക. അതിനായിട്ട് ആദ്യം തന്നെ നിലത്തത്വത്തെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. നിലത്തത്വത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം റോസ് വാട്ടറും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതുകൊണ്ട് അവിടെ തളിച്ച് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുക. റോസ് വാട്ടർ ഇല്ലാത്തവർ ശുദ്ധമായ ജലത്തിൽ ഒരൊറ്റ തുള്ളി ഒരു ഡ്രോപ്പ് പാലൊഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കണം. അതിനുശേഷം നമുക്കൊരു പീഠം വേണം. പീഠമെന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ പീഠം വേണമെന്നൊന്നുമില്ല. നമുക്കൊരു കട്ടിംഗ് ബോർഡിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പീഠം മതിയാവും. ആ ഒരു പീഠം എടുക്കുക. നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് വെക്കാവുന്നതാണ്. അതിവിടെ വേണം എന്നുള്ള നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ അത് വെക്കുക. അത് തുടച്ച് അതിന് പൊട്ടൊക്കെ വെച്ച് മഞ്ഞൾ കുങ്കുമം ഒക്കെ വെച്ചിട്ട് നല്ല പൂക്കളൊക്കെ കൊണ്ട് സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അനിഴം നക്ഷത്രം മഹാലക്ഷ്മി ഉദിച്ച നക്ഷത്രമാണ് അനിഴം എന്ന് പറയുന്നത്. അനിഴം നക്ഷത്ര ദിവസം 8 താമരപ്പൂക്കൾ 8 എണ്ണം വരച്ചിട്ടാണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ടത്. കാരണം അഷ്ടലക്ഷ്മികളെയാണ് നമ്മളിവിടെ പൂജിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാക്കോലമായിട്ട് 8 താമര പൂക്കൾ വരയ്ക്കണം. ഞാൻ ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾക്ക് 8 താമരപ്പൂക്കൾ വരയ്ക്കാം. അതായത് 8 ഇതളുകളോടുകൂടിയ 8 താമരപ്പൂക്കൾ മാക്കോലമായിട്ട് വരയ്ക്കണം. പച്ചരിപ്പൊടിയിൽ നമ്മൾ പച്ചക്കർപ്പൂരവും ഏലക്കായും ഒക്കെ ചേർത്തിട്ട് റോസ് വാട്ടർ കൊണ്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ 8 ഇതളുള്ള താമരപ്പൂക്കൾ ഒന്നെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് ഒരു വട്ടത്തിൽ വരയ്ക്കണം. വട്ടത്തിൽ വരയ്ക്കുമ്പം അതിനകത്ത് നമുക്ക് 2 ചെറിയ പ്ലേറ്റ്, അതായത്
ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റോ അങ്ങനെ അല്ലെങ്കിൽ 2 വാഴയിലയോ വെക്കാനുള്ളൊരു സ്പേസ് ഇട്ടിട്ട് വേണം നിങ്ങൾ റൗണ്ടായിട്ട് വരയ്ക്കാൻ. അതായത് ഞാനിവിടെ നിലവിളക്കിന് ചുറ്റുമാണ് 8 താമരപ്പൂക്കൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വരയ്ക്കാം. ഇനി ഇങ്ങനെ വരയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളവർ 8 താമരപ്പൂക്കൾ നിരനിരയായിട്ട് വരയ്ക്കുക. അതായത് ആദ്യം 4 താമരപ്പൂക്കൾ, അതിന് താഴെ 4 താമരപ്പൂക്കൾ, അങ്ങനെ 8 താമരപ്പൂക്കൾ. അങ്ങനെ 8 താമരപ്പൂക്കൾ വരച്ച് നടുവിൽ നമ്മൾ മഞ്ഞളും കുങ്കുമവുമാണ് ഇടുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഈ 8 താമരപ്പൂക്കൾ വരച്ചിട്ട് നമ്മൾ നടുക്കായിട്ട് 2 വസ്തുക്കൾ കൂടിയിട്ട് വെക്കും എന്നുള്ളത്. നമ്മൾ അഷ്ടലക്ഷ്മികളെയാണ് ഇവിടെ പൂജിക്കുന്നതെങ്കിലും ധനലക്ഷ്മിയെയും ധാന്യലക്ഷ്മിയെയുമാണ് നമ്മളിലോട്ട് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ചെറിയ പാത്രം എടുക്കാം. അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ കുറച്ച് അല്പം വലിയ വിളക്കുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതുമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ വാഴയില 2 എണ്ണം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വരച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ താമരപ്പൂ വരച്ചിരിക്കുന്നത് റൗണ്ടിലാണെങ്കിൽ അതിന് നടുക്കായിട്ട് ഇത് 2ഉം വെക്കണം. അങ്ങനെയല്ല 2 നിരയായിട്ട് 8 താമരപ്പൂക്കൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വെക്കണം. വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മുടെ വീട്ടിലുള്ള ധാന്യങ്ങൾ ഒരു മിക്സ് ആക്കിയിടണം. നമ്മുടെ വീട്ടിലിപ്പോൾ എത്ര ധാന്യം ഉണ്ടാകും? പച്ചരി, കടല, ഉഴുന്ന്, പരിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ധാന്യങ്ങളുണ്ടാകും. അപ്പം ഈ ധാന്യങ്ങളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ വെക്കുന്നു. അതിനോടൊപ്പം അതിന് തൊട്ടടുത്തായിട്ട് അടുത്ത പാത്രത്തിൽ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വാഴയില വെച്ചിട്ടുള്ളെങ്കിൽ അതിലോട്ട് ആദ്യം ചെയ്യേണ്ടത് പച്ചരിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് അക്ഷതമാക്കിയിട്ടെടുക്കണം. അക്ഷതം അറിയാമല്ലോ. അതിന് പുറത്ത് നമ്മുടെ കയ്യിലുള്ള സ്വർണം, അത് എത്ര സ്വർണം ഉണ്ടെങ്കിലും അത് മുഴുവൻ വെക്കാം. അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ ഉള്ള സ്വർണം എത്രയാണോ, അതൊരു ചെറിയ മൂക്കുത്തിയാണെങ്കിലും അത് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് വെക്കാം. ഗോൾഡ് കോയിനുള്ളവർക്ക് ഗോൾഡ് കോയിനാണെങ്കിലും വെച്ചാൽ മതിയാവും. അപ്പം അവിടെ ധനലക്ഷ്മിയായി ധാന്യലക്ഷ്മിയായി. പച്ചരിയിൽ നമ്മൾ മഞ്ഞൾ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്നു. പച്ചരി എന്ന് പറയുന്നത് നമ്മൾ എന്ത് സാധനമാണോ പച്ചരിയുടെ കൂടെ വെക്കുന്നത് അതിനെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് പച്ചരിക്കുണ്ട്. അതിനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അവിടെ നമ്മൾ ഗുരു ശുക്ര ഭഗവാനെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ധാന്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ നമ്മൾ സ്വർണവും നമ്മുടെ കയ്യിലുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഉള്ളത് മുഴുവൻ നമുക്ക് വെക്കാം, ഇല്ലെങ്കിൽ ഒരു മൂക്കുത്തിയാണെങ്കിലും വെച്ചാൽ മതിയാവും. അതിനുശേഷം അതിനു മുൻപിലായിട്ട് നമ്മൾ സൗന്ദര്യ ലഹരിയിലെ 6ാമത്തെ യന്ത്രം, അതായത് 6ാമത്തെ ആ ഒരു മന്ത്രത്തെ കുറിക്കുന്ന ഒരു യന്ത്രമുണ്ട്. അത് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ആ ഒരു യന്ത്രം. ഒരു സ്ക്വയറായിട്ട് ത്രിശൂലം പോലെ നമ്മൾ വരയ്ക്കണം. അതിന് നടുക്ക് ഏറ്റവും മുകളിൽ 3 പ്രാവശ്യം ക്ലീം ക്ലീം ക്ലീം, അതിന് താഴെ സാധ്യം, വീണ്ടും അതിന് താഴെ ക്ലീം ക്ലീം ക്ലീം. ഇത് കുറച്ചും കൂടെ വ്യക്തമാവുന്ന രീതിയിൽ ഞാൻ കാണിക്കാം. ഇതേ രീതിയിൽ നമ്മൾ മാക്കോലമായിട്ട് വരയ്ക്കണം. അതിന് ശേഷം അസാധ്യം എന്നുള്ളതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ദീപം കൊളുത്തി വെക്കണം. അത് നമുക്ക് നിലവിളക്ക് കൊളുത്തി വെക്കാം, അഷ്ടലക്ഷ്മി വിളക്ക് വെക്കാം, ചെറിയ മൺവിളക്ക് വെക്കാം. നമ്മുടെ കയ്യിലുള്ള വിളക്ക് എന്താണെങ്കിലും വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് എങ്ങനെ വെക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ രീതിയിൽ വിളക്കും കൂടിയിട്ട് വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നിലവിളക്കും കൊളുത്തി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി ആ ഒരു കോലത്തിന് നമ്മൾ അർച്ചന ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേശ്വര പൂജിതേ എന്നുള്ള മഹാലക്ഷ്മി അഷ്ടകം. ഇവിടെ നമ്മൾക്ക് 8 വ്യത്യസ്ത തരത്തിൽ പൂക്കൾ എടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. രാജമലർ എന്നറിയപ്പെടുന്ന താമര, ശുക്രൻ്റെയും ബുധൻ്റെയും വശ്യത്തിനായിട്ട് നമുക്ക് മരിക്കൊഴുന്ത്, രാഹുവശ്യത്തിനായിട്ട് അരളി, അതേപോലെ പാരിജാതം, ചെമ്പകം, പനീർ റോസ, പിന്നെ അതിൻ്റെ കൂടെ പത്രങ്ങൾ എന്ന് പറയുമ്പം മാവില എടുക്കാം, വിൽവയില അതായത് കൂവളത്തിൻ്റെ ഇല എടുക്കാം, തുളസി ഇലകൾ എടുക്കാം. അപ്പം പൂക്കളും പുഷ്പവും പത്രവും കൂടി ചേരുന്ന ഒരു കൂട്ടിച്ചേർച്ച് വരുമ്പോഴേക്കും അവിടെ കദംബം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് 8 വ്യത്യസ്ത തരത്തിലെ പത്രവും പുഷ്പവും കൂടിയിട്ടെടുക്കാം. അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 8
പുഷ്പങ്ങളായിട്ട് എടുത്താലും മതിയാവും. ഇനിയിപ്പം 8 താമരപ്പൂക്കൾ മാക്കോലമായിട്ട് വരയ്ക്കാൻ പറ്റില്ലാത്തവർ 8 ഒറിജിനൽ താമരപ്പൂക്കളുണ്ടല്ലോ, അത് ഇതുപോലെ റൗണ്ടായിട്ട് വെച്ചിട്ട് അതിന് നടുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സ്വർണവും ധാന്യവും കൂന കൂട്ടി വെച്ചാൽ മതിയാവും. അപ്പം അത്രയും കാര്യങ്ങൾ ക്ലിയറായി. അപ്പം ഈ ഒരു നമസ്തേസ്തു മഹാമായ എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ ആ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, ഈ ഒരു കോലത്തിന് നടുക്ക് അതിലോട്ട് നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. അപ്പം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ നമോസ്തുതേ നമോസ്തുതേ. ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വേണം ആ പൂക്കൾ അർച്ചിക്കാൻ. 3-ാമത്തെ പ്രാവശ്യം നമോസ്തുതേ പറയുമ്പം നമ്മൾ കൈകൾ കൂപ്പി മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ നമ്മൾ തലകുനിച്ച് പ്രാർത്ഥിക്കണം. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. തൻ്റെ അഹങ്കാരം കൊണ്ട് ഇന്ദ്രഭഗവാന് സർവ്വസ്വത്തുക്കളും നഷ്ടപ്പെട്ട സമയത്ത് അഗസ്ത്യ മുനിയാണ് ഇന്ദ്രദേവൻ ഈ ഒരു അഷ്ടകം പറഞ്ഞു കൊടുത്തതെന്നും ഇന്ദ്രദേവൻ ഈ ഒരു അഷ്ടകം ഈ ഒരു 3 പ്രാവശ്യം നമോസ്തുതേ ചൊല്ലി പറഞ്ഞ സമയത്ത് നീ ചെയ്തിട്ടുള്ള അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള സർവ്വദോഷങ്ങളും സർവ്വപാപങ്ങളും ഞാൻ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിൽ നിന്നും നിന്നെ മുക്തനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ദേവി നഷ്ടപ്പെട്ട ഐരാവതത്തെയും ആ ഇന്ദ്രലോകത്തെയും ഇന്ദ്രഭഗവാന് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് കഥ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ വേണം ഇത് ജപിക്കാൻ. അങ്ങനെ മഹാലക്ഷ്മി അഷ്ടകം നമ്മൾ ചൊല്ലിയതിന് ശേഷം ധൂപ ആരതി എടുക്കുന്നു. ഇനി നമുക്ക് മഹാലക്ഷ്മിക്ക് നിവേദ്യം സമർപ്പിക്കണം. നിവേദ്യമായിട്ട് ആവിയിൽ വേവിച്ചത്, അതേപോലെ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. ആവിയിൽ വേവിച്ചതെന്ന് പറയുമ്പം ഇടിയപ്പം, തേങ്ങാപ്പാൽ, കൊഴുക്കട്ട, പാൽപ്പായസം, പിന്നെ പരിപ്പും പച്ചരിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുമല്ലോ, ചെറുപയർ പരിപ്പും പച്ചരിയും, ആ പായസം. അങ്ങനെ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒന്ന്, അതുപോലെ നട്ട്സ്, ഇതൊക്കെ നമുക്ക് മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. നിവേദ്യം സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് നമ്മളൊരു താമ്പൂലം കൂടിയിട്ട് സമർപ്പിക്കണം. താമ്പൂലം എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, കോടീശ്വര യോഗത്തിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്ന വസ്തുക്കൾ. അതുപോലെ അതിൽ ഉൾപ്പെടുന്ന അതേ വസ്തുക്കൾ തന്നെയാണ്. അതായത് ഒരു ചെറിയ സാരി അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ഒരു പീസ്, വെറ്റില പാക്ക്, മഞ്ഞൾ, അതേപോലെ തന്നെ സ്വർണം, വെള്ളി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൈസ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ലെങ്കിലും നമ്മൾ വെക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വെറ്റിലയും പാക്കും, ഒരു ചെറിയ സാരിയോ ഒരു ചെറിയ ബ്ലൗസിൻ്റെ പീസോ, 5 രൂപയുടെ ഒരു നാണയം, ഇത്രയും സാധനങ്ങൾ നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് താമ്പൂലമായിട്ട് വെക്കണം. ഈ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ റെഡ് കളറിലെയോ അല്ലെങ്കിൽ വൈറ്റ് കളറിലെയോ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ആ താമ്പൂലത്തിൽ വെച്ചിട്ടുള്ള 5 രൂപ നാണയമുണ്ടല്ലോ, അതും പച്ചക്കർപ്പൂരവും ഏലക്കായും, ഒരു 2 ഏലക്കായും ഒരു പീസ് പച്ചക്കർപ്പൂരവും കൂടിയിട്ട് നമ്മൾ ആ ഒരു തുണിയിൽ വെച്ചെടുത്ത് കിഴിയായിട്ട് കെട്ടി നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇന്നു മുതൽ ധനത്തിനും ധാന്യത്തിനും ഒരു കുറവുണ്ടാവരുതെന്നും മഹാലക്ഷ്മി ദേവി എൻ്റെ വീട്ടിൽ വസിക്കണമെന്നും സർവ്വസൗഭാഗ്യങ്ങളും തരണമെന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് അതേപടി കൊണ്ടുപോയി നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്നതാണ്. അടുത്ത വർഷം ആടി മാസം, അതായത് കർക്കിടക മാസത്തിലെ 2-ാമത്തെ വെള്ളി വരെ അതവിടെ ഇരുന്നു കൊള്ളട്ടെ. കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞു തന്നിരുന്നു, ചെയ്തിട്ടുള്ളവർക്കതറിയാം. ചെയ്തിട്ടുള്ളവർ ആ 5 രൂപ നാണയം എടുത്ത് വീണ്ടും ഇതുപോലെ ചെയ്താൽ മതിയാവും. പച്ചക്കപ്പൂരവും ഏലക്കായും എവിടെയെങ്കിലും കാൽപ്പെടാത്തടുത്ത് കളഞ്ഞാൽ മതിയാവും. അപ്പം ഇതാണ് നമ്മൾ കർക്കിടകത്തിലെ 2-ാമത്തെ വെള്ളിയിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ദേവിക്ക് താമ്പൂലം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കണക്ക് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 8 സുമംഗലികൾക്കോ അല്ലെങ്കിൽ 10 വയസ്സിൽ താഴെയുള്ള പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്കോ കുഞ്ഞു കുട്ടികൾക്കോ നമ്മൾ താമ്പൂലം കൊടുക്കണം എന്നും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പേർക്ക് പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പറ്റുന്നവർ നിങ്ങൾക്കിപ്പം 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു 8 പേർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാം, അവർക്ക് ഇഷ്ടമാണല്ലോ അത്. അല്ലെങ്കിൽ ബുക്ക്, പേന, പെൻസിൽ അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. ഇതൊന്നും പറ്റാത്തവർ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി അവിടെ ദേവിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത്, ഇപ്പം മഞ്ഞൾ, കുങ്കുമം, അവിടെ നമുക്ക് പട്ട് കിട്ടും മേടിച്ചു കൊടുക്കാൻ, അത് പൂക്കൾ, ഇതൊക്കെ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പം കർക്കിടകത്തിലെ 2-ാമത്തെ വെള്ളിയിൽ ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ചിലപ്പം ഇത് കേൾക്കുമ്പോൾ വലിയൊരു പ്രോസസ്സാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നമുക്ക് നല്ല ഐശ്വര്യം തരുന്ന ഒന്നാണ് കർക്കിടക മാസത്തിലെ 2-ാമത്തെ വെള്ളിയിൽ വരുന്ന ഈ ഒരു പൂജ എന്ന് പറയുന്നത്. അപ്പം അത് മറക്കാതെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. പിന്നെ ഈ ഒരു കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവിക്ക് നമ്മൾ മാവിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ.
അപ്പോൾ ഈ മാസത്തിൽ 5 വെള്ളിയാഴ്ചകളുണ്ട്. 5 വെള്ളിയാഴ്ചകളിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച അത് ചെയ്യാത്തവർക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച, ഈ 2ാമത്തെ വെള്ളി മുതൽ ചെയ്തു തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് 3 വെള്ളി അല്ലെങ്കിൽ 5 വെള്ളി അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊളുത്താവുന്നതാണ്. 3 വെള്ളിയാണെങ്കിൽ ഈ കർക്കിടകം തീരുന്നതിന് മുൻപ് നമുക്ക് ആ ഒരു 3 വെള്ളിയാഴ്ചയും കൊളുത്തി തീർക്കാനായിട്ട് സാധിക്കും. പീരിയഡ്സ് വരുന്ന ആ ഒരാഴ്ച നമ്മളത് സ്കിപ്പ് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ വിളക്ക് പൂജ ചെയ്യുന്നവർ, കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ആഴ്ച ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തോളൂ. അതല്ല, പൗർണമി വരുന്നുണ്ട്, അന്ന് പീരിയഡ്സ് ഒന്നും ആവില്ല എന്നുണ്ടെങ്കിൽ പൗർണമിക്ക് ചെയ്താലും മതിയാകും. അത്രമാത്രം ഓസ്പീഷ്യസ് ആണ് കർക്കിടക മാസത്തിൽ നമ്മൾ വിളക്ക് പൂജ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.